ഇന്ത്യയുടെ ഫിസിയോഗ്രഫിയെ 6 ഡിവൈഡ് ചെയ്തതിൽ 3 നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി 4-മതായിട്ട് വരുന്നതാണ് കോസ്റ്റൽ പ്ലെയിൻസ്. കോസ്റ്റൽ പ്ലെയിൻസ് അല്ലെങ്കിൽ തീരസമതലങ്ങൾ. ഇത് 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏത് പ്രദേശത്താണ് വരുന്നതെന്നും അതിൻ്റെ ഏത് രീതിയിലാണത് രൂപീകരിക്കപ്പെട്ടതെന്നുള്ള രീതിയിൽ 2 തരത്തിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും ഒന്ന് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റ വരെയാണ് ഇന്ത്യയുടെ കോസ്റ്റൽ പ്ലെയിൻ വികസിച്ച് കിടക്കുന്നത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ ഇതൊക്കെ കോസ്റ്റൽ പ്ലെയിൻസിൽ വരുന്ന അവിടെയൊക്കെ തീരദേശങ്ങൾ വരുന്നുണ്ട്. വൻകര, ലക്ഷദ്വീപ് ദ്വീപുകൾ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവ തീരപ്രദേശത്തിൻ്റെ ആകെ നീളം 7516.6 കിലോമീറ്ററാണ്. അതിലാദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ആണ്. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ താഴ്ന്ന തീരപ്രദേശമാണ്. ഈ താഴ്ച കാരണം ഒരു ഇടുങ്ങിയ നാരോ ബാൻഡാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഹാർബേഴ്സും പോർട്സിനൊക്കെ കൂടുതൽ അനുകൂലമായ സാഹചര്യമാണ് വരുന്നത്. പ്രധാന തുറമുഖങ്ങൾ മാർബഗോ, മാംഗ്ലൂർ, കൊച്ചിൻ, ജവഹർലാൽ നെഹ്റു പോർട്ട്, മസഗോൺ, കണ്ട്ല, ഞാവ, ഷേവ. ഗുജറാത്തിൻ്റെ വടക്ക് തീരം മുതൽ കേരളത്തിൻ്റെ തെക്ക് തീരം വരെയാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഉള്ളത്. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ നടുക്ക് ഭാഗത്ത് വീതി കുറഞ്ഞിട്ടും നോർത്തിൽ നിന്ന് സൗത്തിലേക്കും ഉള്ള ഭാഗങ്ങളിലേക്ക് വീതി കൂടിയുമാണ് വരുന്നത്. ഈ ഭാഗത്ത് കൂടുതലായിട്ട് റെയിൻഫോൾ കിട്ടുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂണിൽ നിന്നാണ്. ഈ ഭാഗത്തു കൂടെ ഒഴുകുന്ന നദികൾ ഡെൽറ്റ ഉണ്ടാക്കുന്നില്ല. അതുപോലെ തന്നെ അഴിമുഖങ്ങളാണ് ഉണ്ടാക്കുന്നത്. മത്സ്യബന്ധനത്തിനും ഉൾനാടൻ ഗതാഗതത്തിനും ഉപയോഗിക്കുന്ന കായലുകളുടെ രൂപത്തിൽ മലബാർ തീരത്തിന് ചില പ്രത്യേകത സവിശേഷതകളുണ്ട്. എല്ലാ വർഷവും പ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളംകളി കേരളത്തിലെ പുന്നമട കായലിൽ നടക്കുന്നു. വെസ്റ്റേൺ കോസ്റ്റിനെ 3 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കച്ച് ആൻഡ് കത്തിയവർ കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ്, മലബാർ കോസ്റ്റ്. അതിൽ കച്ച് ആൻഡ് കത്തിയവർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വരുന്നത് ഗുജറാത്ത് ഭാഗത്താണ്. കൊങ്കൺ കോസ്റ്റ് മഹാരാഷ്ട്ര, ഗോവ, നോർത്ത് കർണാടക. മലബാർ കോസ്റ്റ് സൗത്ത് കർണാടകയും കേരളയും. അടുത്തത് വരുന്നത് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ അല്ലെങ്കിൽ പൂർവ്വ തീര സമതലം. സുന്ദർബൻ ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെയാണ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ വരുന്നത്. അത് കുറച്ച് ഉയർന്ന പ്രദേശമാണ്. നമ്മൾ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ പറഞ്ഞത് താഴ്ന്ന പ്രദേശമാണെന്നാണ്. പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉയർന്ന പ്രദേശമാണ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ വരുന്നത്. കിഴക്കോട്ട് ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന നദികളാൽ രൂപപ്പെട്ട ഡെൽറ്റകളാണ് ഇവിടെ ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത. മറ്റ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ ഡെൽറ്റകളൊന്നും ഫോം ചെയ്യുന്നില്ല. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവയ്ക്കാണ് ഡെൽറ്റകൾ ഉണ്ടാക്കുന്നത്. അവിടെ വളരെ കുറവ് പോർട്സും ഹാർബേഴ്സും മാത്രമേ ഉള്ളൂ. കാരണം ഇതിന് ഉയർന്ന സ്വഭാവം കാരണം. വൻകര തട്ടുകടലിലേക്ക് 500 കിലോമീറ്റർ വരെ നീളുന്ന ഇത് നല്ല അഴിമുഖങ്ങളുടെയും തുറമുഖങ്ങളുടെയും വികസനത്തിന് ബുദ്ധിമുട്ടാകുന്നു. കിഴക്കൻ തീരപ്രദേശം അല്ലെങ്കിൽ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിന് 2 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് വടക്കൻ സിർക്കാസും ഒന്ന് കോറമണ്ടൽ കോസ്റ്റും. വടക്കൻ സിർക്കാസ് എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, നോർത്തേൺ പാർട്സ് ഓഫ് ആന്ധ്രാപ്രദേശ് ഇതൊക്കെയാണ് ഉള്ളത്. കോറമണ്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ തമിഴ്നാടു, സദേൺ പാർട്സ് ഓഫ് ആന്ധ്രാപ്രദേശ്. ഈ ഒഡീഷ ഭാഗത്തുള്ള തീരപ്രദേശത്തിന് പറയുന്ന ലോക്കൽ നെയിമാണ് ഉട്കൽ. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിനേക്കാളും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിന് വീതി കൂടുതലാണ്. അവിടെ നമ്മൾ ഡെൽറ്റകൾ കൂടുതലുണ്ടെന്ന് പറഞ്ഞതുപോലെ ഉണ്ട്. അവിടെ എക്സ്ട്രീംലി ഫർട്ടൈലായിട്ടുള്ള അലൂവിയൽ സോയിലാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കൃഷ്ണ ഗോദാവരി ഡെൽറ്റയാണ്. നോർത്തേൺ നമ്മൾ മറ്റേതിൽ പറഞ്ഞു സൗത്ത് വെസ്റ്റ് മൺസൂണാണ് അവിടെ റെയിൻഫോൾ കൊണ്ടുവരുന്നതെന്ന് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ. പക്ഷേ ഇവിടെ നോർത്ത് ഈസ്റ്റ് മൺസൂണാണ് കൂടുതലായിട്ട് റെയിൻഫോൾ കൊണ്ടുവരുന്നത്, പ്രത്യേകിച്ച് കോറമണ്ടൽ ഭാഗത്ത്.
നോർത്ത് ഈസ്റ്റ് മൺസൂണിൽ ഏറ്റവും കൂടുതൽ റെയിൻഫോളും കിട്ടുന്ന പ്രദേശമാണ് തമിഴ്നാട്. പിന്നെ ഈ ഭാഗത്ത്, അതായത് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ ഉള്ള ഇമ്പോർട്ടൻറ്റ് ലേക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ചില്ലിക്ക, ഒഡീസയിലുള്ള ചില്ലിക്കയാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലാർജസ്റ്റ് ലേക്ക് ഓർ സോൾട്ട് വാട്ടർ ലേക്ക് ഇൻ ഇന്ത്യ. അതായത് ഏറ്റവും വലിയ തടാകവുമാണ്, ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും വലിയ തടാകവുമാണ്, ഉപ്പുവെള്ള തടാകവും ചില്ലിക്കയാണ് ഒഡീസയിലെ. അടുത്ത ഒരു പ്രധാനപ്പെട്ട തടാകമാണ് കൊല്ലേരു, ആന്ധ്രാപ്രദേശിലെ കൊല്ലേരു. കൊല്ലേരുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ സൗത്ത് ഇന്ത്യ ആൻഡ് സെക്കൻഡ് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ഇന്ത്യ. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ദക്ഷിണേന്ത്യയിലെ, അല്ലെങ്കിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകവും കൊല്ലേരു ആണ്. അടുത്തത് പുല്ലിക്കട്ട് ലേക്ക് അല്ലെങ്കിൽ പുല്ലിക്കട്ട് തടാകം, ആന്ധ്രാപ്രദേശിലെ. അത് ആന്ധ്ര തമിഴ്നാട് അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്.